നമസ്കാരം. ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. ഗോവ ബോർഡ് ഓഫ് സെക്കൻഡറി ആൻഡ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ വ്യാഴാഴ്ച പ്രഖ്യാപിച്ച 12ാം ക്ലാസ് ബോർഡ് പരീക്ഷാ ഫലത്തിൽ 90.6% വിജയം നേടി. പരീക്ഷ എഴുതിയ 17,686 വിദ്യാർത്ഥികളിൽ 16,030 പേർ വിജയിച്ചു. 2024 രേഖപ്പെടുത്തിയതിനേക്കാൾ 5% കൂടുതലാണ് വിജയശതമാനം. 2026 മുതൽ 10ാം ക്ലാസ് പരീക്ഷകളിൽ കേസ് സ്റ്റഡീസ് പോലുള്ള കൂടുതൽ യോഗ്യതാധിഷ്ഠിത ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുമെന്ന് ഗോവ ബോർഡ് ഓഫ് സെക്കൻഡറി ആൻഡ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ചെയർപേഴ്സൺ ഭാഗീരഥ് ഷെട്ടി വ്യാഴാഴ്ച പറഞ്ഞു. NEPക്ക് അനുസൃതമായി 4 പുതിയ വിഷയങ്ങൾ അവതരിപ്പിച്ചതിനാൽ 2026 ബോർഡ് പതിവ് പോലെ 10ാം ക്ലാസ് പരീക്ഷ നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ 4 പുതിയ വിഷയങ്ങൾക്ക് ബോർഡ് ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുകയും സ്കൂളുകൾ ഉത്തരക്കടലാസുകൾ വിലയിരുത്തുകയും ചെയ്യും. 10ാം ക്ലാസ് പരീക്ഷാ ഫലം ഏപ്രിൽ 15 മുമ്പ് പ്രഖ്യാപിക്കണമെന്ന് ഗോവ ബോർഡ് ഓഫ് സെക്കൻഡറി ആൻഡ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ചെയർമാൻ ഭാഗീരഥ് ഷെട്ടി വ്യാഴാഴ്ച പറഞ്ഞു. 90% വാല്യുവേഷനുകളും ഇതിനകം പൂർത്തിയായതായും അദ്ദേഹം പറഞ്ഞു. ഗോവയിലെ കലങ്കുത്ത് MLA മൈക്കിൾ ലോബോയ്ക്ക് ഉചിതമായ സമയത്ത് പ്രതിഫലം ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് പ്രഖ്യാപിച്ചു. ലോബോയുടെ പ്രവർത്തനങ്ങൾ ഗോവയിൽ മാത്രമല്ല കേന്ദ്ര നേതൃത്വത്തിന്റെ ശ്രദ്ധയും ആകർഷിച്ചിട്ടുണ്ടെന്ന് സാവന്ത് പറഞ്ഞു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ ലോബോയുടെ സേവനങ്ങളെ അഭിനന്ദിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BJP പാർട്ടിയും താനും ലോബോയ്ക്ക് പിന്തുണയുമായി ഉണ്ടെന്ന് ഉറപ്പു നൽകിയ സാവന്ത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ മുന്നേറ്റം ഉടനുണ്ടാകുമെന്നും സൂചിപ്പിച്ചു. കലങ്കുത്ത് മണ്ഡലത്തിന്റെ വികസനത്തിനായി ലോബോ നടത്തിയ ശ്രമങ്ങൾക്കുള്ള അംഗീകാരമായാണ് ഈ പ്രഖ്യാപനം വിലയിരുത്തപ്പെടുന്നത്. അനധികൃത പാർക്കിംഗ്, നിശ്ചിത സ്ഥലങ്ങളുടെ അഭാവം, റോഡുകളിലെയും നടപ്പാതകളിലെയും കയ്യേറ്റങ്ങൾ എന്നിവ കാരണം മഡ്ഗാവിലെ ഗതാഗതക്കുരുക്ക് അതിരൂക്ഷമായ അവസ്ഥയിലെത്തിയിരിക്കുന്നു. 20 വർഷങ്ങൾക്ക് മുൻപ് അവതരിപ്പിച്ച ട്രാഫിക് മാനേജ്മെന്റ് സംവിധാനത്തിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും നഗരത്തിലെ ദ്രുതഗതിയിലുള്ള വികസനവും വർദ്ധിച്ചുവരുന്ന വാഹനങ്ങളുടെ എണ്ണവും അടിസ്ഥാന സൗകര്യങ്ങളെ മറികടക്കുന്നു. ഇത് ഗതാഗതം കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. പനജി സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ പൂർത്തീകരണത്തിനുള്ള ഗോവ ഹൈക്കോടതിയുടെ സമയപരിധി മാർച്ച് 31 അവസാനിക്കും. അതിനുള്ളിൽ റോഡ് പണികൾ പൂർത്തിയാക്കണമെന്നാണ് കോടതി നിർദ്ദേശം. എന്നാൽ ഇമാജിൻ പനജി സ്മാർട്ട് സിറ്റി ഡെവലപ്മെന്റ് ലിമിറ്റഡിന്റെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ആവർത്തിച്ചുള്ള കുഴിയെടുക്കൽ, പൊടി മലിനീകരണം, ഗതാഗത തടസ്സങ്ങൾ എന്നിവ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു. ജൂൺ 30-നകം ലാൻഡ്സ്കേപ്പിംഗ് ഉൾപ്പെടെയുള്ള അനുബന്ധ പ്രവർത്തികൾ പൂർത്തിയാക്കണമെന്നാണ് IPSCDL പറഞ്ഞിരിക്കുന്നത്. എന്നിരുന്നാലും മുൻപ് നിശ്ചയിച്ച സമയപരിധികൾ പാലിക്കാത്തതിനാൽ പൊതുജനങ്ങൾക്കിടയിൽ സംശയം നിലനിൽക്കുന്നു. ഹൈക്കോടതി കർശനമായി നിരീക്ഷിക്കുന്ന ഈ പദ്ധതി ഇനിയും വൈകിയാൽ കോടതി എന്ത് ആക്ഷൻ എടുക്കുമെന്നതും കാത്തിരുന്ന് കണ്ടറിയണം. ബാഗ ബീച്ചിൽ നിന്ന് ഒരു 4 വയസ്സുകാരനെ രക്ഷപ്പെടുത്തി. ടൂറിസ്റ്റുകൾക്ക് റേഡിയം ലൈറ്റുകൾ വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ കണ്ടെത്തിയ കുട്ടിയുടെ ദയനീയ സാഹചര്യം NGO ഉദ്യോഗസ്ഥയായ മിസ് മൈര ഫെർണാണ്ടസിന്റെയും ടൂറിസ്റ്റ് പോലീസ് യൂണിറ്റിലെ LPC സിദ്ധി നായിക്കിന്റെയും സുപ്രിയ വരാക്കിന്റെയും വേഗത്തിലുള്ള ഇടപെടലിലൂടെയാണ് പുറത്തറിഞ്ഞത്. അവരുടെ ഉടനടിയുള്ള പ്രതികരണം കുട്ടിയുടെ സുരക്ഷ ഉറപ്പാക്കി. അവനെ ഉടനെ സംരക്ഷണത്തിലെടുത്തു. നിയമപരവും ക്ഷേമപരവുമായ നടപടികൾ പൂർത്തിയാക്കി കലങ്കുത്ത് പോലീസ് സ്റ്റേഷന്റെ സഹായത്തോടെ കുട്ടിയെ മെർസസിലെ അപ്പനാഘറിൽ പ്രവേശിപ്പിച്ചു. ഈ രക്ഷാപ്രവർത്തനം ഗോവ പോലീസിന്റെ ദുർബലരായ കുട്ടികളെ സംരക്ഷിക്കാനും ഇത്തരം സാഹചര്യങ്ങളിൽ ഉടനടി നടപടി സ്വീകരിക്കാനുമുള്ള നിരന്തര ശ്രമങ്ങളെ എടുത്തു കാണിക്കുന്നു. പനജിയിലെ ന്യൂ മാൻഡോവി പാലം ഇന്നലെ മുതൽ ഏപ്രിൽ 5 വരെ അറ്റകുറ്റപ്പണികൾക്കായി എല്ലാ വാഹനങ്ങൾക്കും അടച്ചിട്ടതായി പ്രഖ്യാപിച്ചിരുന്നു. 12 ടൺ വരെ ഭാരമുള്ള വാഹനങ്ങൾ ഓൾഡ് മാൻഡോവി പാലത്തിലേക്കും 12 ടണ്ണിൽ കൂടുതൽ മൊത്ത വാഹനഭാരമുള്ളവ അടൽ സേതുവിലേക്കും തിരിച്ചുവിട്ടിട്ടുണ്ട്. എന്നിരുന്നാലും ഈ അടച്ചുപൂട്ടൽ പ്രദേശത്താകെ ഗതാഗത തടസ്സങ്ങൾക്ക് കാരണമായി. പീക്ക് സമയങ്ങളിൽ വാഹനങ്ങളുടെ നീണ്ട നിരകൾ രൂപപ്പെട്ടതിനാൽ ഗുരുതരമായ ഗതാഗതക്കുരുക്ക് ഉണ്ടായി. ഇത് ദൈനംദിന യാത്രകൾക്കിടയിൽ വലിയ അസ്വസ്ഥതയ്ക്ക് വഴിവെച്ചു. ഡ്രൈവർമാർ ക്ഷമയോടെ പകരം റൂട്ടുകൾ പിന്തുടരണമെന്നും ഗതാഗത മാനേജ്മെന്റ് ടീമുകൾ സ്ഥിതിഗതികൾ ലഘൂകരിക്കാൻ പ്രവർത്തിക്കുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിന്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം.